വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകളെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. വളരെ നിർണായകമായ ഒരു വിധി കേരള ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ മരവിപ്പിച്ചുകൊണ്ടും അതിൻ്റെ ചുമതല ഒരു ജോയിൻറ്റ് സെക്രട്ടറിക്ക് കൈമാറിക്കൊണ്ടും ഒരു ഉത്തരവ് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്നു. അതിനെതിരെ വഖഫ് ബോർഡും മറ്റൊരു പെറ്റീഷണറും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ ഞാൻ തടസ്സ ഹർജി ഉന്നയിച്ച് ഞാനും സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. ഈ വിഷയത്തിൽ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കള്ളം പറയുകയാണ്. പിണറായി വിജയൻ പറഞ്ഞത് അദ്ദേഹം കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായി തന്നെ 2 നോൺ മുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താതെ തന്നെ രൂപീകരിച്ചു എന്നുള്ളതാണ്. പച്ചക്കളാണ്. അദ്ദേഹത്തിന് ഈ 2 പേരെ ഉൾപ്പെടുത്താതെ അദ്ദേഹം നോട്ടിഫൈ ചെയ്ത ഗസറ്റാണിത്. ഈ ഗസറ്റിൽ വളരെ കൃത്യമായിട്ട് 3-ാമത്തെ പേജിൽ, അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് തരാം, 3-ാമത്തെ പേജിൽ വളരെ കൃത്യമായി പറയുന്നു, ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ദ റിമൈനിങ് 2 മെമ്പേഴ്സ് ഷാൽ ബി മെയ്ഡ് ഷോർട്ട്ലി. നിയമവകുപ്പിൻ്റെ ക്ലിയറൻസ് കിട്ടുന്നതിന് വേണ്ടി ഉടൻ തന്നെ ഈ 2 പേരെ നിയമിച്ചു കൊള്ളാമെന്ന് പിണറായി സർക്കാർ പുറത്തിറക്കിയ ഗസറ്റ് നോട്ടിഫിക്കേഷനാണിത്. അപ്പോൾ ഈ 2 പേരെ നിയമിച്ചോളാമെന്ന് തന്നെയല്ലേ പിണറായി പറഞ്ഞത്. ഇനി ഇപ്പോൾ മുസ്ലിം ലീഗ് ഇന്നലെ അതിനേക്കാൾ തെറ്റിദ്ധാരണാജനകമായ ഒരു പ്രസ്താവന നടത്തി. ഞങ്ങൾ കോടതിയിൽ സംസ്ഥാന സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ, സ്റ്റേറ്റ്മെൻറ്റിൽ ഞങ്ങൾ പറഞ്ഞത് ഇത് പരിശോധിക്കാമെന്നാണെന്ന്. കേന്ദ്ര നിയമത്തിനനുസരിച്ചല്ല ഇത് രൂപീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ നിയമസാധ്യതകൾ ഞങ്ങൾ പരിശോധിക്കാമെന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞതെന്നാണ് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞത്. പക്ഷേ അവർ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഗവൺമെൻറ് ഈസ് പ്രിപ്പയർഡ് ടു റീകോൺസ്റ്റിറ്റ്യൂട്ട് ദ ബോർഡ് സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ് വിത്ത് ദ മാൻഡേറ്റ് ഓഫ് സെക്ഷൻ 14 of the United Waqf Management and Empowerment, Efficiency and Development Act 1995. അതായത് പരിശോധിക്കാന്നല്ല പറഞ്ഞത്, ഗവൺമെൻറ് ഇത് ഈ ബോർഡിനെ സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ് വിത്ത് ദ മാൻഡേറ്റ് ഓഫ് സെക്ഷൻ 14. സെക്ഷൻ 14 എന്താണ്? സെക്ഷൻ 14 എന്ന് പറയുന്നത് 11 അംഗങ്ങളെ എങ്ങനെ നിയമിക്കണം എന്നുള്ള വഖഫ് അമെൻമെൻറ്റ് ആക്ടിലെ ആണ് സെക്ഷൻ 14. അത് കൃത്യമായി ഞങ്ങൾ കംപ്ലൈ ചെയ്തോളാം, സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ് വിത്ത് ദ ആക്ട് എന്നാണ് അഡ്വക്കേറ്റ് ജനറൽ, ഇപ്പോൾ ഒരു GP അല്ല അവിടെ വന്ന് അപ്പിയർ ചെയ്തത്, അഡ്വക്കേറ്റ് ജനറൽ അപ്പിയർ ചെയ്തപ്പോൾ അത് മുഖ്യമന്ത്രിയും ഈ വകുപ്പിനും അറിഞ്ഞിട്ടല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ജനങ്ങളുടെ കണ്ണിലുള്ള പൊടിയിടിയിലാണ്. പിണറായി വിജയനും ചെയ്തതാണ്, അത് തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിനോട് ഒന്നേ പറയാനുള്ളൂ, ഭാരതീയ ജനതാ പാർട്ടിക്ക് മുസ്ലിം ലീഗിനോട് പറയാനേ ഒറ്റ കാര്യമുള്ളൂ: ഈ രാജ്യത്തൊരു നിയമമുണ്ടെങ്കിൽ അത് അനുസരിക്കാൻ മുസ്ലിം ലീഗും ബാധ്യസ്ഥരാണ്. കേരള സംസ്ഥാനം നിങ്ങൾ ഭരിക്കുന്ന, അല്ല, ഇന്ന് നിങ്ങൾക്ക് ഭരണ പങ്കാളിത്തമുള്ള സംസ്ഥാനമാണ്. പക്ഷേ കേരളം ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് മുസ്ലിം ലീഗ് മറക്കരുത്. ഭാരതത്തിൻ്റെ ഭാഗമാണ് കേരളമെന്ന് മുസ്ലിം ലീഗ് മറക്കരുത്. ഇത്തരത്തിൽ രാജ്യത്തൊരു നിയമം ഉണ്ടായാൽ ആ നിയമം അനുസരിക്കാൻ മുസ്ലിം ലീഗും പിണറായി വിജയനും ഒക്കെ ബാധ്യതയുണ്ട്.